ഓണമൊക്കെ വരാറായല്ലോ, അപ്പോൾ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് കുറച്ച് സാമ്പാർ പരിപ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും കട്ട കായം ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല ഹാർഡാവും കേട്ടോ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പം. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പരിപ്പ് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കമുളക്, മല്ലി, കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ ഉഴുന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവയും 2-3 മണി കുരുമുളകും ജീരകം, പിന്നെ തേങ്ങ, മല്ലിയില, ചെറിയുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ തേങ്ങ വന്നിട്ട് എൻ്റെ ഉണക്ക തേങ്ങയായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് തേങ്ങ. അപ്പോൾ നമുക്കിത് വെണ്ടയ്ക്ക ചൂടാക്കി എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഈ മുളകും മല്ലിയും ചേർക്കുന്നത് എന്താ വെച്ചാൽ അതൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുളകൊന്നും നമുക്ക് ചൂടായി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ആദ്യം അത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഓരോരോ സാധനങ്ങൾ കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയും മുളകും ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മെല്ലെ മെല്ലെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയുള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാം കേട്ടോ, അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ അത് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. പിന്നെ നമ്മളത് ആ പരിപ്പ് വേവിക്കാൻ വെച്ചത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കായമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി കായം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊടിയാണ് ചേർക്കണമെങ്കിൽ തേങ്ങ വറുക്കുമ്പോൾ അതിൽ കൂടെ കുറച്ചിടാം കേട്ടോ. പിന്നെ കഴുകി വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കാം. പിന്നെ ഇവിടെ മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണല്ലോ കേട്ടോ. നേരത്തെ പരിപ്പ് വേവിക്കുമ്പോഴും ചേർത്ത് കൊടുത്തു, ഇപ്പം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴും ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കും തക്കാളി ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും അതിൻ്റെ കൂടെ ചേർത്ത് ഇപ്പോൾ ഒരു വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിന് ശേഷം അത് ഇറക്കി വെച്ചിട്ട് പിന്നെ പുളിവെള്ളവും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും വെള്ളവും എത്രയാണോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യത്തിനൊക്കെ പുളിവെള്ളവും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ചാറൊക്കെ ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇപ്പം തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും ചാറിൻ്റെ ആവശ്യമുള്ളത്. ഓവർ കട്ടി വേണ്ട. മല്ലിയും മുളകും അരച്ചത് കൊണ്ട് തന്നെ നല്ലോണം തിളച്ച് വരുമ്പോൾ കട്ടിയാവും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയില ഇട്ട് കടുക് താളിച്ചിട്ട് ഇറക്കി വയ്ക്കാം.